ഹെഡ് ആവാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് എംടെക്കിന് പിന്നെ വിട്ടു. അങ്ങനെ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പോയി എംടെക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ PhDക്ക് ചാൻസ് കിട്ടി, PhD ചെയ്തു. അങ്ങനെയാണ് ഇങ്ങനെ വൈദികനായതിനു ശേഷമുള്ള ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് വന്നത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് നിന്ന അല്ലേ, അദ്ദേഹം വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി സേവനം ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ. ആ സമയത്താണ് അച്ഛൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം അച്ഛനോട് പെരുമാറിയത്? ഞാൻ അവിടെ ചെന്ന് എൻ്റെ എംടെക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അവിടെ വന്ന് കയറുന്നത്. വന്ന് അദ്ദേഹം എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയാൽ ഒരു പബ്ലിക് ഓഡിയൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ എംടെക്കിൻ്റെ ഗൈഡായിരുന്ന സാറ് എന്നോട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, സിസ്റ്റംസ് എഞ്ചിനീയറിംഗിൽ പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ഗവേഷണം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കലാംജി അതിൽ പ്രോജക്റ്റ് ഗൈഡ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കത് തന്നെ വേണമെന്ന്. അങ്ങനെയാണ് കലാംജീനെ കാണുന്നതും പരിചയപ്പെടുന്നത്. ചെന്ന് എന്നോട് ഇമെയിൽ അയക്കാൻ പറഞ്ഞു, ഇമെയിൽ അയച്ചു, മറുപടിയൊന്നും വന്നില്ല. അവിടുത്തെ തന്നെയുള്ള വേറൊരു സാറ് റെയ്മണ്ട് ഉത്തരീരാജ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കാഷ്വലായിട്ട് വർത്താനം പറഞ്ഞു, നിങ്ങൾ ഇമെയിൽ അയച്ച് ഇരുന്നോട്ടൊന്നും കാര്യമില്ല, നേരെ ചെന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ നേരെ ചെന്ന് കാണാൻപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് വന്ന് വിട്ടത്. അദ്ദേഹം അവിടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിരുന്നു. അവിടെ അദ്ദേഹം വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ടുണ്ടായിരുന്നു. പ്രൊഫസർ ഓഫ് സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു തസ്തികയിൽ അദ്ദേഹം വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം ഈ ഗൈഡ് ആകാം എന്ന്, അച്ഛൻ്റെ ഈ ഒരു പേപ്പർ വർക്കിലെ, അച്ഛൻ്റെ ഈ ഒരു റിസർച്ച് വർക്കിലെ അദ്ദേഹം ഗൈഡ് ആകാമെന്ന് സമ്മതിക്കുന്ന, അത് അപ്രൂവ് ചെയ്യുന്ന ഒരു മുഹൂർത്തം എങ്ങനെയായിരുന്നു? അതൊരു ഭയങ്കര സ്റ്റോറിയാണ്. ഞാനൊരു ദിവസം ഒരു വെള്ളിയാഴ്ച തോന്നുന്നു ഉച്ചയ്ക്ക് 1 മണിക്ക് കാണാൻ വേണ്ടി ചെന്നു. RCC എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ അവിടെ ചെന്നപ്പോൾ നീണ്ട ക്യൂ. ഞാനവിടെ ക്യൂവിൽ പോയി നിന്നു. ക്യൂ വളരെ പതുക്കെ മൂവ് ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 മണി തുടങ്ങി 3 മണിക്കൂറെങ്കിലും സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എന്നാൽ 3 മണിക്കൂറിന് സമയം കൊല്ലാനായിട്ട് ഒരു പുസ്തകം എടുത്താലോ എന്ന് കൊതി തോന്നി. ഇന്ന് പുസ്തകത്തിന് പോകാമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് വെച്ചു. കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ പിന്നെ പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് മുഴുവൻ ഇങ്ങനെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആവാൻ വേണ്ടിയിട്ട് കലാംജിയോട് എന്താ ആദ്യം പറയണ്ടേ എന്നുള്ളതിന് ഇങ്ങനെ വാചകം ഇങ്ങനെ ഒരുങ്ങി നിന്നു. സാധനം 4 മണിയായി. വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ വാതിൽ തുറന്നാണ് കയറിയപ്പോൾ നോക്കിയപ്പോൾ കലാംജിയുടെ മുറിയല്ല അത് സെക്രട്ടറിയുടെ മുറിയായിട്ടുള്ളൂ. അവിടെ പിന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ 1 മണിക്കൂർ നേരത്തെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പിന്നെ സീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇരുന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവസാനം 5 മണി ആവാറായപ്പോഴത്തേക്കും എൻ്റെ ചാൻസ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ കലാംജി പുറത്തേക്ക് പറഞ്ഞു. ആ നേരത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, കലാംജിക്ക് ഇവിടെ 5:30 ഫ്ലൈറ്റാണ്, അപ്പോൾ അദ്ദേഹം പോവാണ്. പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഓടി നിൽക്കുന്ന തിരക്കുള്ള നേരത്തെ ഒരാളിനെ എന്ത് പറയാനാ. ഞാൻ ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്നു. കലാംജീനെ ഇറങ്ങിപ്പോണേ ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനൊന്നും മിണ്ടില്ല. പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമാവില്ലെന്ന് ഓർത്ത് അവസാനം വെറുതെ ഗുഡ് ഈവനിങ് സാർ എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെച്ചുട്ടാ. ആ മനുഷ്യൻ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ല. 5:30 ഫ്ലൈറ്റാണ്. ഇപ്പോൾ 5 മണി ആവാറായിട്ടുണ്ട്. എയർപോർട്ടിലെത്താൻ തിരക്കുള്ള സമയം. പക്ഷേ ഈ മനുഷ്യൻ്റെ കൂടെ ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കണേ. അപ്പോൾ ഞാൻ പിന്നെ അവസാനം ഞാൻ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻ്റാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു നോക്കി. എന്താ വന്നേക്കെന്ന് അറിയണം അദ്ദേഹത്തിന്. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ സെൻറ്റൻസ് ഞാൻ കരുതി കൂട്ടി വെച്ച സെൻറ്റൻസ് അങ്ങോട്ട് പറഞ്ഞു നോക്കി. പറഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാലേ അത് പകുതിക്ക് വെച്ച് മിസ്സായിപ്പോയി, കട്ടായിപ്പോയി. ഞാൻ ആ പാട് പേടിച്ചു. ഇങ്ങനെ അദ്ദേഹത്തിന് തിരക്കാണ്, ഞാനിവിടെ പകുതിക്ക് നിന്ന്. ഞാൻ എന്താണെന്ന് വെച്ചാൽ അതേ സെൻറ്റൻസ് വീണ്ടും ഞാൻ കുറേ ഒരുങ്ങിക്കൂട്ടിയ സെൻറ്റൻസാണ്. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടി അത് തന്നെയാണ് പറഞ്ഞു. പക്ഷേ പകുതിക്ക് വെച്ചത് മുറിഞ്ഞു പോയി. അപ്പോൾ അതോടുകൂടി ഞാൻ റെഡിയായി. ഞാനിപ്പോൾ അദ്ദേഹം ഇപ്പോൾ കുറ്റം പറഞ്ഞ് എന്നെ നശിപ്പിച്ച് ഓടിച്ചു വിടുന്നു വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ, പേടിച്ച് നിൽക്കുമ്പോൾ ആ മനുഷ്യന് ഒരു വ്യത്യാസമില്ലാണ്ട് ഇങ്ങനെ എൻ്റെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി കാത്തുക. അങ്ങനെ ഞാൻ 3-ാം പ്രാവശ്യം അതേ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തു. 3-ാം പ്രാവശ്യവും കട്ടായിപ്പോയി. പക്ഷെ ആ മനുഷ്യൻ എന്നിട്ട് ആ സമയത്ത് എന്നെ ആശ്വസിപ്പിച്ച് യു സിറ്റ് എന്ന് പറഞ്ഞ് ഇരുത്തി തന്നെ ഓർക്കാൻ. എനിക്കിരിക്കാൻ പേടിയായിരുന്നു. നല്ല ഇരുന്ന വഴി അദ്ദേഹത്തിൻ്റെ ചെയർ എന്നോട് കുറച്ചും കൂടി അടുപ്പിച്ചിരുത്തിട്ട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം എന്നെ കുറിച്ച് ചോദിച്ചു ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫാദർ ജോർജ്. ഉടനെ ചോദിച്ചു, ആർ യു എ ജെസ്യൂട്ട്? ഞാൻ പറഞ്ഞു അല്ല, CMI. എന്താ CMI? കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടുത്തെ
ഒരു ബിഷപ്പിനെ, രാജ്കോട്ടിൻ്റെ ബിഷപ്പിനെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ് ഇപ്പം എനിക്ക് തൽക്കാലം സമയമില്ല, നമുക്ക് അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ പറയാനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആദ്യത്തെ സംഭാഷണം. ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സ്പർശിച്ചൊരു കാര്യം, തിരക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനൊരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് സമാധാനവും തന്ന് കേൾക്കാനുള്ള ഒരു മനോഭാവമുണ്ട്, ആളുകൾ ഉൾക്കൊള്ളാനുള്ള മനോഭാവമുണ്ട്. പിന്നെ ഒരിക്കൽ ചെന്ന് കണ്ടപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതേ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എനിക്ക് സമയം ഉണ്ടാവും എനിക്ക് തോന്നണില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടം പോലെ സമയമുണ്ട്, ഞാൻ സമയം ചിലവഴിച്ചോളാം. അപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട്, നിങ്ങൾക്ക് തങ്ങളുടെ അപ്പനെ മാതാപിതാക്കന്മാരെ നോക്കേണ്ടി വരില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു അച്ഛനാണ്, എൻ്റെ വീട്ടിൽ 9-10 പേരുണ്ട്, അപ്പോൾ അവർ മാതാപിതാക്കന്മാർ നോക്കിക്കോളും. അപ്പോൾ ഐ റിമെമ്പർ, ഞാൻ നിങ്ങളുടെ ഇമെയിൽ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, അത് എവിടെ കൊണ്ടുവച്ചെന്ന് എനിക്കറിയില്ല, ഒന്നുകൂടി അയക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അയച്ച് പിന്നെ രണ്ടാമത് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഐ എം ഹാപ്പി ടു ഗൈഡ് യുവർ പ്രോജക്റ്റ്. അങ്ങനെയാണ് ഉണ്ടായത്. അച്ഛൻ്റെ ഈ ഒരു റിസർച്ച് ടോപ്പിക്കിലും വളരെയധികം ഒരു പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് APJ അബ്ദുൽ കലാമിനെ പോലുള്ളൊരു വ്യക്തി അതിന് ഗൈഡാകാൻ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ സവിശേഷതകളുള്ള, പ്രത്യേകിച്ചും ഒരുപാട് മാനവിക മൂല്യങ്ങളുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അച്ഛൻ്റെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചും അതിൻ്റെ സവിശേഷതയെക്കുറിച്ചും അത് ഏത് രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അച്ഛനൊന്ന് പറയാം. അപ്പോൾ ഞാൻ 2 ടോപ്പിക്ക് പറഞ്ഞു. ഒന്ന്, നമ്മുടെ വയസ്സാവണത് ഒഴിവാക്കുക, മനുഷ്യൻ യങ്ങാണ്, എന്നും യങ്ങായിട്ടിരിക്കാനുള്ളൊരു പരിപാടി. 2, ഞാൻ പറഞ്ഞു ബ്രെയിനും മെഷീനും അല്ലെങ്കിൽ മെഷീൻ ടു ബ്രെയിനും ഒക്കെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടൊരു പരിപാടി. ഇങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഫാദറിൻ്റെ ബ്രെയിനിനെ പറ്റിയൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവിടെ മെൻ്റലി ചാലഞ്ച് കുട്ടികളിൽ ഞാൻ തിരുവനന്തപുരത്ത് ഫാദർ ഫെലിക്സിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്, അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ദുഃഖം കാണുക, അവരുടെ മാതാപിതാക്കന്മാരുടെ ദുഃഖം കാണുക, നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂടെ എന്ന് ചോദിച്ചു. അപ്പം അതങ്ങനെ എന്താ പറഞ്ഞു, ഒന്നും ഇപ്പം തീരുമാനം പറയണ്ട, അത് സമയമെടുത്ത് തീരുമാനിച്ചാൽ മതി. അങ്ങനെ പിന്നെ ഒരിക്കൽ ഞങ്ങൾ തന്നെ നടക്കാൻ പോകും, ക്യാമ്പസിൽ മോർണിംഗ് വാക്കിന് പോകും. അങ്ങനെ പോയി ഒരു ദിവസം, ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ചോദിച്ചു, ഫാദർ എന്താണ് തീരുമാനം? അപ്പോൾ ഞാൻ പറഞ്ഞു മെൻ്റലി ചാലഞ്ച് ചിൽഡ്രൻ. പിന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസ് ഉണ്ട്, ഇതാണ് ടോപ്പിക്ക് താങ്കൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. വേറെ പല സാറുമാരൊക്കെ എന്നാൽ ഞാനിപ്പോൾ ഗൈഡ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് വളരെയധികം ഹ്യൂമിലിറ്റിയും റിയാലിറ്റി സെൻസും കൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിൻ്റെ വളരെ കുറച്ച് പാർട്ടുകൾ മാത്രം ശരിക്കും വർക്ക് ചെയ്യുള്ളൂ എന്നർത്ഥം. അതിൻ്റെ കൊഗ്നിറ്റീവ് ലെവൽസ്, അതിൻ്റെ എന്താ പറയുക മോട്ടോർ റിയാക്ഷൻ സംഗതികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ പലതും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും പ്രോപ്പറായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടുള്ള മെൻ്റലി ചാലഞ്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ചില കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിനിലുള്ള ചില സെൻറ്റേഴ്സ് പ്രോപ്പറായിട്ട് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാലഞ്ചറായിട്ട് സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ പ്രോപ്പർലി കണക്റ്റഡ് അല്ലാത്ത സെൻറ്റേഴ്സിനെ ഒന്ന് കുറേ കൂടി ബെറ്ററായിട്ട് കണക്റ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു പണിയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു മെത്തേഡ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ബ്രെയിൻ സ്റ്റിച്ചർ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. നമുക്ക് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് രണ്ടിനെ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബോഡി പിന്നെ ഹീൽ ചെയ്തോളും. ബ്രെയിനിൽ കണക്റ്റഡ് അല്ലാത്ത സ്ഥലങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രെയിനിനെ കൊണ്ട് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ബ്രെയിനിനെ കൊണ്ട് ഒരു തരത്തിൽ പിന്നെ കണക്റ്റ് ചെയ്യിപ്പിക്കും. അതിനു വേണ്ടിയുള്ള പണി ബന്ധപ്പെട്ട ബ്രെയിൻ സെൻറ്റേഴ്സിനെ ഓരോരോ ഇലക്ട്രോഡ്സ് വെച്ചതിന് ശേഷം അവർ തമ്മിൽ പ്രോപ്പറായിട്ട് ഒരു സ്റ്റിമുലേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. വർദ്ധിക്കും. കുട്ടികളുടെ പ്രവർത്തനത്തിലും ഭയങ്കര മാറ്റം. യെസ്, അവരെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിച്ച് ഇത് ഒരു സ്റ്റിമുലേഷൻ കൊടുത്ത്, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും വളരെ പോയിട്ടില്ല, വളരെ ഷാലോ ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബ്രെയിൻ സെൻറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ആ കണക്ഷൻസിനെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു കാര്യമായിരുന്നത്. അച്ഛൻ്റെ ഈ ഒരു റിസർച്ച് വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാകുന്നത്. അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്ന സമയത്തും അച്ഛൻ ഈ ഒരു വർക്ക് തുടർന്നു കൊണ്ടുപോയി. അങ്ങനെയാണ് ആ ഒരു സമയത്താണ് അച്ഛൻ ഇത് പൂർത്തിയാക്കുന്നത്. അപ്പം രാഷ്ട്രപതി ഭവനിൽ പോകാനുള്ള ഒരു അവസരവും അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അതിഥിയുടെ ഒരു പരിവേഷത്തോടെ അവിടേക്ക് ചെല്ലാനുള്ള ഒരു ഭാഗ്യമൊക്കെ അച്ഛന് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു ദിവസങ്ങളെയൊക്കെ ഓർത്തെടുക്കുന്നത്? രാഷ്ട്രപതി ആയിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പോരാ, അതിന് തൊട്ട് മുമ്പ് തുടങ്ങി. അദ്ദേഹം ഏകദേശം ഒരു ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ഗൈഡാവാൻ സമ്മതിച്ചു. അതിനുശേഷം മാർച്ച് ഏപ്രിൽ മെയ്
ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാനുള്ള കോളൊക്കെ വന്ന് ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ പ്രസിഡൻ്റായി മാറി. എന്നെ ആയിട്ട് ഗൈഡാവാൻ സമ്മതിച്ചുകൊണ്ട് പേരിൽ അദ്ദേഹം പ്രസിഡൻ്റായി. ഏതായാലും പ്രസിഡൻ്റ് ആയതിനു ശേഷം പിന്നെ അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനത്തെ ഒരു കോൾ ചന്ദ്രബാബു നായിഡുവിൽ നിന്ന് വന്നപ്പോൾ NDAയുടെ പിന്നെ കാൻഡിഡേറ്റ് ആവാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് വൈസ് ചാൻസലറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ കീഴിൽ PhD ചെയ്യാൻ വന്നിട്ടുണ്ട്, ആ PhD ഞാൻ രാഷ്ട്രപതി ഭവനിൽ പോയാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് മാത്രം അദ്ദേഹം ഈ കാൻഡിഡേറ്റിന് തന്നെ സമ്മതിച്ചിട്ടുള്ളൂ. അങ്ങനെ അവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിക്കും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും വിളിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് ചെല്ലാൻ പറയും. അങ്ങോട്ട് ചെല്ലുമ്പോൾ നേരത്തെ കുട്ടി തന്നെ ആൾക്കാർ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു വയ്ക്കും, ട്രെയിനാണോ വന്നത്, പ്ലെയിനാണോ വന്നത്, അതിനനുസരിച്ച് അവിടെ ഒരു കാറ് വന്നിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ നേരിട്ട് രാഷ്ട്രപതി ഭവനിൽ കൊണ്ടുപോകും. എനിക്കിപ്പോഴും ഒരു തമാശയുള്ള രംഗം ഓർമ്മ വരുന്നത്, ഒരിക്കൽ ഫ്ലൈറ്റിനാണ് പോയിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ. സാധാരണ ചെല്ലുമ്പോൾ അവിടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്നെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫാദർ AK ജോർജ് എന്ന് പ്ലക്കാർഡ് എഴുതി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ എടുത്തിട്ടു. ഒരു തവണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ ലഗേജ് എടുക്കേണ്ട സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് തന്നെ അവിടെ അനൗൺസ്മെൻറ്റ്, ഫാദർ AK ജോർജ് ഇമ്മീഡിയറ്റ്ലി വാണ്ടഡ് അറ്റ് ദിസ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരെ പണികളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് നമ്മൾ ആ രാഷ്ട്രപതി ഭവനിലേക്ക് ചെല്ലുമ്പോൾ വേറെ പ്രത്യേകിച്ച് ചെക്കിങ് ഒന്നുമില്ല, നേരെ ചെല്ലാം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, രാത്രി ഒരു ദിവസം ചെന്നപ്പോൾ ഒരു 11 മണിയോട് കൂടിയാണ് രാഷ്ട്രപതി ഭവനിൽ എത്തിയത്. 11:30 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റഡി റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു രാത്രി. അവിടെ ചെന്നു. അദ്ദേഹം കുറേ കടലാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പറയും, ഉത്തരം പറയുകയൊക്കെ ചെയ്യും. ഒരടക്ക് കടലാസുകളുണ്ട്, അത് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിനോട്, സാറേ അത് ഏകദേശം ഒരു 1 മണി നേരത്താണ് ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക, ഇത് എപ്പോഴാണ് ഈ പണി തീർക്കുക? അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, ഇത് തീരുമ്പോൾ, ഈ കെട്ടുമുഴുവൻ തീരുമ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3:30-4 മണി വരെയുള്ള സമയത്തേക്ക് അദ്ദേഹം തന്നെ പണിയുന്നു അർത്ഥം. അങ്ങനെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹവും എല്ലാ നേരവും പണി ചെയ്യുമായിരുന്നു, നമ്മളെ കൊണ്ട് വിളിച്ച് വരുത്തി പണി ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പ്ലസ് രാഷ്ട്രപതി ഭവനിൽ ചില ഓർമ്മകൾ പറഞ്ഞാലുണ്ടല്ല, അവിടെ നടക്കാൻ പോക്കുണ്ട്, ഫേമസ് മുഗൾ ഗാർഡൻസ്, അവിടെ നടക്കാൻ പോകും. ആ നടക്കാൻ സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ അദ്ദേഹത്തിന് ചെടികളോടും മരങ്ങളോടും പിന്നെ മൃഗങ്ങളോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ അതിനോടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ചെടികളുടെ അടുത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പോയംസ് അത് കാണിച്ചു തരും. പിന്നെ അവിടെ മാനുണ്ട്, ആ മാനിൻ്റെ കുട്ടികൾ ഇത്ര കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഭയങ്കര കൺസേണാണ് എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മയിലിനെ കാണിച്ചു തന്നു. അതേപോലെ ഫാദർ അത് നോക്കി, ആ മയിലിനെ നോക്കി, അതിന് വല്ല പ്രത്യേകത ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് നേരം നിൽക്ക്, നമ്മുടെ നിർത്തി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മയിൽ ഒന്ന് നടക്കാൻ തുടങ്ങി. ആ നടക്കുന്ന സമയത്ത് പറഞ്ഞു, കണ്ടോ? അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അദ്ദേഹം പറയണേ, അതിൻ്റെ കൈക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഞാനത് പറഞ്ഞ് അവർ അതിന് പ്ലാസ്റ്റർ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ജീവജാലങ്ങളെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമുമായി വളരെയധികം അടുത്ത് ഇടപഴകാനും പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ അച്ഛന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, വിശേഷിച്ചും ഈ വൈദികരോടും സന്യസ്തരോടും അദ്ദേഹത്തിനുള്ള ഒരു ആഭിമുഖ്യവും കാഴ്ചപ്പാടും, പ്രത്യേകിച്ചും അദ്ദേഹം പഠിച്ചതൊക്കെ ജെസ്യൂട്ട് ഫാദേഴ്സ് നടത്തിയിട്ടുള്ള വിദ്യാലയങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് വൈദികരെക്കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണ് സംസാരിക്കാറുള്ളത്? അദ്ദേഹത്തിന് അവരോടുള്ള ഒരു ആഭിമുഖ്യം എങ്ങനെയാണ്? ഒന്നാമത് തന്നെ ഞാൻ ഒരു അച്ഛനാണെന്ന് പറഞ്ഞ ആ നിമിഷം തുടങ്ങി എന്നെ ഫാദർ എന്നല്ലാണ്ട് വിളിച്ചിട്ടില്ല. ഓക്കെ, ഒരിക്കൽ പിന്നെ ന്യൂഡൽഹിയിലത്തെ ആർച്ച് ബിഷപ്പിനെ കാണാനായിട്ട് പോകേണ്ട ഒരു ആവശ്യം, നമ്മുടെ മറൈൻ ഡ്രൈവിൽ അദ്ദേഹം പ്രസിഡൻ്റ് ആയതിനു ശേഷം ആദ്യത്തെ നമ്മുടെ ഒരു KCBCയുടെ ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ അതിന് ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കാനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർച്ച് ബിഷപ്പും ഞാനും കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ കാണാൻ പോയത്. കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആർച്ച് ബിഷപ്പിനെ ഞാൻ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. വേറൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ പ്രോജക്റ്റ് ഗൈഡ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ച സമയത്ത് എന്നോട് പറഞ്ഞ വാചകതാണ്, I owe a lot to the Jesuits. ഞാൻ ജെസ്യൂട്ട്സിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു.
ജെസ്യൂട്ട് ഫാദേഴ്സിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്നെ പ്രോജക്റ്റിന് പിന്നെ ഗൈഡാവാനായിട്ട് അദ്ദേഹം സമ്മതിച്ചു. പിന്നെ സിസ്റ്റേഴ്സ് ആയാലും വേറെ അച്ഛന്മാരായാലും എല്ലാവരോടും വളരെ ഭവ്യതയോടുകൂടി മാത്രമേ പെരുമാറും. ഒരിക്കലും എടാ പോടാന്നുള്ള രീതിയിലോ അങ്ങനെ പെരുമാറിയിട്ടില്ല. അവരോട് സിസ്റ്റർ പഠിച്ചിരുന്നു. ആ സിസ്റ്ററിനൊക്കെ എപ്പോൾ വന്നാലും സമയമെടുത്ത് ഉപചരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും സ്നേഹം, സന്തോഷം, ബഹുമാനത്തോടെ പെരുമാറിയിട്ടുള്ളത്. ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് അച്ഛൻ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നുപോയി? പിന്നീട് കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ വിവിധ കോളേജുകളിൽ അച്ഛൻ പഠിപ്പിച്ചു അല്ലേ? മറ്റേതൊക്കെ ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് അച്ഛൻ കടന്നുപോയത്? ഒപ്പം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നത് ഞാൻ ആലപ്പുഴയിലെ ഒരു കോളേജിൽ, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പുതിയത് തുടങ്ങിയത് CMI സഭയുടെ, അവിടുത്തെ പ്രിൻസിപ്പാൾ ആവണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ വിളിച്ചു ഇങ്ങോട്ട് വന്നു. അതിനിടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സഭയുടെ നിയമം അനുസരിച്ചിട്ട് എനിക്ക് അത് വേണം, അതുണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. എന്ത് അധികാരികൾ പറയണോ അതനുസരിച്ച് നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ MCA പഠിക്കാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു, അങ്ങോട്ട് പോയി. MCA കഴിഞ്ഞിട്ട് പിന്നെ MTech പഠിക്കാൻ വേണ്ടിയിട്ട് അണ്ണാ യൂണിവേഴ്സിറ്റി പോകാൻ പറഞ്ഞു, അങ്ങോട്ട് പോയി. PhDക്കാൻ ഒരു ചാൻസ് കിട്ടി, കലാംജിയുടെ കീഴിൽ ചാൻസ് കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന ചാൻസാണ്. അപ്പോൾ അന്ന് ലക്കിലി എൻ്റെ ചേട്ടൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ സെബാസ്റ്റ്യൻ ആത്തപ്പള്ളിയായിരുന്നു പ്രൊവിൻഷ്യൽ, അനുവാദവും കിട്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ വരാൻ പറഞ്ഞു, ഇവിടെ വന്നു. അവിടെ വന്ന് പ്രിൻസിപ്പാളായിട്ട് ഒരു 10-15 മാസം വർക്ക് ചെയ്തു. അതിനുശേഷം ഇരിഞ്ഞാലക്കുടയിൽ പ്രിൻസിപ്പാളായി. അവിടെ പിന്നെ കോളേജ് കിട്ടിയപ്പോൾ അവിടെ പ്രിൻസിപ്പാളാന്ന് പറഞ്ഞു. അവിടെ വന്ന് പ്രിൻസിപ്പാളായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതല്ല, ഇനി ഇവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി അമൽ ജ്യോതിയിൽ പോയി പഠിപ്പിച്ചു. അമൽ ജ്യോതിയിൽ നിന്ന് പിന്നെ ഇവിടെ ജ്യോതിയിൽ വന്ന് പഠിപ്പിച്ചു. ജ്യോതിയിൽ ഇപ്പോൾ കഴിഞ്ഞ് 3-3.5 വർഷത്തെ ഞാൻ പഠിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ തൽക്കാലം പഠിപ്പിക്കൽ നിർത്തിയിരിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുറേ എന്താ പറയുക ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ട് ചില പാർട്ടിക്കിൾസ് അദ്ദേഹത്തിൻ്റെ കൂടെ കയ്യിലുണ്ടല്ലോ, അച്ഛൻ്റെ കൂടെ. അതെൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നടക്കാൻ പോകുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ബനിയൻ, അത് ഒരെണ്ണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കാർഡ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം എഴുതിയ എൻ്റെ പുസ്തകത്തിൽ എഴുതി സൈൻ ചെയ്തിട്ടുള്ള സംഗതികൾ എൻ്റെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങൾ എൻ്റെ ഞാൻ തിരുശേഷിപ്പായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷക്കീന ടെലിവിഷൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി അച്ഛന് നന്ദി പറയുകയാണ്. ഈ ഒരു ചോസൺ ബൈ റീസൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ദൈവവിളി അനുഭവവും, ദൈവവിളിയിലേക്ക് കടന്നു വന്ന അനുഭവവും, കടന്നു പോയ പിന്നിട്ട വഴികളെക്കുറിച്ചൊക്കെ പ്രേക്ഷകരോട് അച്ഛൻ സംസാരിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. തുടർന്നുള്ള നാളുകളും കൂടുതൽ അഭിഷേകത്തിൻ്റെ, കൂടുതൽ അജപാലന ദൗത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. താങ്ക് യു അച്ഛൻ.